ഹലോ മക്കളെ, നമ്മുടെ LHS യൂസേഴ്സിനൊക്കെ കോമൺ ആയിട്ട് ചോദിക്കുന്ന ഒന്ന് രണ്ട് ചോദ്യങ്ങളാണ് ഞാൻ മിസ് പറയാൻ വേണ്ടി പോകുന്നത്. അപ്പം ഇവിടെ നോക്കിക്കേ, ഇവിടെ 432 ഇൻറ്റു 165 ഇൻറ്റു 271 എന്നാ കൊടുത്തിരിക്കുന്നത്. ഈ നമ്പറിന്റെ വൺസിന്റെ പ്ലേസിൽ ഈ ഉത്തരങ്ങളെല്ലാം കിട്ടുമ്പോൾ വൺസിന്റെ പ്ലേസിലെ ഡിജിറ്റ് ഏതാണ്? ഇതെല്ലാം കൂടി ഇൻഡ് ചെയ്ത് നോക്കുമ്പോൾ അതിന്റെ ഒരു ആൻസർ ഉണ്ടാവുമല്ലോ. നമുക്കിപ്പോ ഏതോ ഒരു ആൻസർ കിട്ടി. അപ്പൊ അതിന്റെ യൂണിറ്റിന്റെ ഡിജിറ്റ് അല്ലെങ്കിൽ വൺസിന്റെ ഡിജിറ്റില് ഏത് നമ്പറാന്ന് ചോദിച്ചാൽ നിങ്ങൾ എങ്ങനെ കണ്ടുപിടിക്കും? നിങ്ങൾ ഇതെല്ലാം ഇൻഡ് ചെയ്യുമോ? നിങ്ങൾ ഇതെല്ലാം ഇൻഡ് ചെയ്തിട്ട് ആൻസർ എല്ലാം ഫൈനൽ ആൻസർ എഴുതി അതിന്റെ വൺസിന്റെ ഡിജിറ്റില് ഏത് നമ്പറാണെന്ന് നോക്കുവാണോ ചെയ്യുന്നത്? അങ്ങനെ നോക്കുക മാത്രം സമയം നിങ്ങൾക്കുണ്ടോ? അത് അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് വരുമ്പോൾ ചില ട്രിക്കുകളുണ്ട്. അപ്പൊ നമ്മളിവിടെ ആദ്യത്തെ ഈ 2 ആണ് ആദ്യത്തെ നമ്പറിന്റെ വൺസിന്റെ ഡിജിറ്റിലുള്ളത്. അപ്പൊ ആ 2 എന്ത് ചെയ്യണം? അത് അവിടെ ഉണ്ട്. ഇനി അടുത്ത ഇതിന്റെ വൺസിന്റെ ഡിജിറ്റിൽ ഏതാണ്? 5 ആണ്. അപ്പൊ നമ്മള് ആ 5 എഴുതി. ഇൻറ്റു എന്നുള്ളത് അതുപോലെ കൊടുക്കുന്നു. ഇവിടെ ഏതാണ്? ഇവിടെ 1 ആണ്. അപ്പൊ നമ്മൾ അത് കൊടുത്തു. ഇനി 2 ഇൻറ്റു 5 എത്രയാ വരിക? 2 ഇൻറ്റു 5 10 ആണ് വരിക. 10 ഇൻറ്റു 1 10 തന്നെയാണല്ലോ. അപ്പൊ അത് നോക്കട്ടെ. അപ്പൊ 10. അപ്പൊ ആ നമ്പറില് യൂണിറ്റിന്റെ ഡിജിറ്റിൽ ഏതാ വരുന്നത്? 0 ആണ് വരുന്നത്. അപ്പം ഈ വരുന്ന ഇതെല്ലാം കൂടി ഇൻറ്റു ചെയ്ത് കിട്ടുന്ന ആൻസറിന്റെ യൂണിറ്റിന്റെ ഡിജിറ്റിൽ അല്ലെങ്കിൽ വൺസിന്റെ ഡിജിറ്റില് ഏത് നമ്പർ ആയിരിക്കും വരിക? 0 ആയിരിക്കും വരിക. അപ്പൊ നമ്മൾ കുറച്ച് ലോജിക്കലൊക്കെ ചിന്തിച്ചാല് വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുന്ന ഉത്തരങ്ങളാണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യാം? ഇങ്ങനെ കണ്ടമാനം ഗുണിച്ച് സമയം കളയാതെ കുറച്ച് ആലോചിച്ച് ചെയ്യേണ്ട കാര്യമാണിത്. അപ്പൊ നമുക്ക് ഈ ട്രിക്കൊക്കെ അറിയാമെങ്കിൽ നമുക്ക് അവിടെ ഒരു മാർക്ക് സ്കോർ ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ.